ഈ സൗദി ചർച്ചയിൽ യുക്രൈൻ എവിടെ? യുക്രൈനില്ല. ഇല്ല. അത് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്, ഞാനും ഇല്ലാത്ത ചർച്ചയുടെ തീർപ്പുകൾ ഒന്നും ഞാൻ അംഗീകരിക്കണമെന്നില്ല എന്നുള്ള മട്ടിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്. എന്താണ് പ്രധാനപ്പെട്ട നഷ്ടം? ഈ യുക്രൈൻ എന്താണ് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്? എന്തിനാണ് റഷ്യ യുക്രൈനെ ആക്രമിച്ചത്? അവർക്ക് നാറ്റോയിൽ അംഗത്വം വേണം. നാറ്റോയിൽ അംഗത്വം കൊടുക്കും എന്നുള്ള മട്ടിൽ നാറ്റോ രാജ്യങ്ങൾ നിന്നു. ആ ഘട്ടം അത് ഈയിടെ തുടങ്ങിയതൊന്നുമല്ല. യുക്രൈന് നാറ്റോ അംഗത്വം കൊടുക്കുക എന്നുള്ള പരിപാടി കൊടുക്കും എന്നുള്ളൊരു തോന്നൽ റഷ്യക്ക് ഉണ്ടായപ്പോൾ റഷ്യയുടെ വാതിൽക്കൽ ഈ നാറ്റോ, അതായത് ഒരു പടിഞ്ഞാറൻ ഹെഗമണി ഇല്ലേ, അധീശത്വം, അത് വാതിൽക്ക വന്ന് നിൽക്കുന്നത് പുട്ടിന് ഇഷ്ടമല്ല. ആ പരിപാടി വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഈ പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിട്ടുപോയ പല റിപ്പബ്ലിക്കുകളും ഇപ്പം നാറ്റോയിലുണ്ട്. യൂറോപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അത് റഷ്യക്ക് ഇഷ്ടമല്ല. പുട്ടിനും പണ്ട് മറ്റേ ഇതിനു മുമ്പും ഭരണാധികാരികളുള്ളപ്പോഴും ഒക്കെ യെൽസിൻ ഒക്കെ ഇത് റേസ് ചെയ്തിട്ടുള്ളതാണ്. എൽസിനും ഒക്കെ റേസ് ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നം, ഇതുങ്ങളെ ഒന്നും നാറ്റോയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റഷ്യ യുക്രൈനെ ആക്രമിച്ചത് അതിന് നാറ്റോയിൽ അംഗത്വം കിട്ടും എന്ന് തോന്നലുണ്ടായപ്പോഴാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപും അമേരിക്കയും വ്യക്തമാക്കി കഴിഞ്ഞു, യുക്രൈന് നാറ്റോയിൽ അംഗത്വമില്ല. എങ്കിൽ മാത്രമേ ഈ ഒത്തീർപ്പായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ള രീതിയിലായി അല്ലേ? അങ്ങനെയാണ് വരാൻ പോകുന്നത്. നാറ്റോയിൽ അംഗത്വം ഒന്നും ഉണ്ടാവില്ല. ബാക്കി മാത്രമല്ല, അവിടുത്തെ ഈ മറ്റേ ധാതുക്കളില്ലേ, അപൂർവ ധാതുക്കൾ, മിനറൽസ്, റെയർ എർത്ത്, അതൊക്കെ നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറച്ച് കമ്പനിക്കാർ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.